അല്ല, ആദ്യം നിന്നോടൊരു നന്ദി പറയാണ്. കാരണം പ്രൊഡ്യൂസർമാരെ വിളിച്ചു കൂടുതൽ എന്നെ വിളിച്ചത് അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ആണല്ലേ? ലിസ്റ്റിയുടെ കൂടെ എനിക്ക് ഒരു സന്തോഷം. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. അല്ല, അത് നന്നായി, എനിക്ക് വിളിച്ചത് സന്തോഷമായിരുന്നു. അത് ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ടാണ്. ബെഞ്ചിന്റെ വളർച്ച ഏറ്റവും അടുത്ത് കാണാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ പറയും, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവനും അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണും എന്ന് പറയുന്ന പോലെ അവന്റെ എന്ത് ഫംഗ്ഷനും അവിടെ വന്ന് രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ അവനെ പറ്റി പൊക്കി പറയും, അവനെ പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവന്റെ പാട്ടുകളിലൂടെ നമ്മളെ അവൻ ഓരോ തവണയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത 6 പടങ്ങളും മ്യൂസിക് ചെയ്തവനാണ്. ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നത് അവനാണ്. അടുത്ത് ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്ന 2 പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവൻ തന്നെയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയാം. പക്ഷെ കൃത്യമായി ഇതൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ഒത്തുചേരാറുണ്ട്. ഈ സുമതി വളവിന്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് സമയത്ത് 1.5 ദിവസങ്ങളിൽ ഇവരെ കാണാതെ പോകും. അപ്പൊ ഈ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാണ് പനിയാണെന്നൊക്കെ പറയും. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പടത്തിന്റെ പാട്ട് 1.5 ദിവസമാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തമ്മിൽ മാറിപ്പോകും. സുമതിയോടെ പാട്ട് ഏതാണ്, ബോംബെ പോസിറ്റീവിലെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് തന്നെ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു പാട്ട് ചോദിച്ചപ്പോൾ അത് നമുക്ക് തന്നോടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ണി ഓക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത് പറഞ്ഞു. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ആർട്ടിസ്റ്റുകളും എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ ലിസ്റ്റിനോട് പറഞ്ഞ പോലെ തന്നെ പേര് വളരെ പോസിറ്റീവായി മാറട്ടെ. അപ്പം ഒരുപാട് പൈസ എൻ്റെ പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രൊഡ്യൂസർമാർക്കൊക്കെ കാശ് കിട്ടണം. ഓക്കെ.